നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഒരു സാധാരണക്കാരനെന്ന നിലയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറഞ്ഞു. അതേപോലെ തന്നെ മനുഷ്യന് ഇപ്പോൾ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് മെഡിസിൻ. അപ്പോൾ അതിൻ്റെ വിലയും കുറഞ്ഞെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത് ഒരു നല്ലൊരു തീരുമാനമാണ്. GST 2.0 നിലവിൽ വന്നു. ആദ്യ ദിനം ജനങ്ങൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണം. GST പരിഷ്കാരങ്ങൾ ജനങ്ങളുടെ കൈകളിൽ കൂടുതൽ പണം എത്തിക്കുമെന്ന് വ്യവസായ സംഘടനകൾ. ആഭ്യന്തര ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുമെന്ന് ഫിക്കി. GST പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ GDP 0.8% വർദ്ധിപ്പിക്കുമെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വിശുദ്ധ ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ പാത സ്രാസത്തിലൂടെയെന്നും മന്ത്രി. H1B വിസ ഫീസ് വർധന ഇന്ത്യയുടെ IT സേവന കയറ്റുമതി മന്ദഗതിയിലാക്കും. കയറ്റുമതിയിലെ വളർച്ച 4% താഴെയാകുമെന്ന് റിപ്പോർട്ട്. US തിരിച്ചടിയുമായി ചൈന. വിദേശ പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിന് ചൈന K വിസ അവതരിപ്പിക്കുന്നു. സർക്കാർ ഉടമസ്ഥയിലുള്ള കമ്പനികളെ ന്യൂനപക്ഷ ഓഹരികൾ വിൽക്കാൻ കേന്ദ്രം. ഓഹരി വിൽപ്പനയിലൂടെ 47,000 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. വാർത്തകൾ വിശദമായി. ആഭ്യന്തര ബെഞ്ചുമാർക്ക് സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും തിങ്കളാഴ്ച തുടർച്ചയായ രണ്ടാം ദിവസവും നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. പുതിയ H1B വിസ ഫീസ് കൂട്ടാനുള്ള US തീരുമാനം IT ഓഹരികളിലെ കനത്ത വിൽപ്പനയാണ് വിപണിയെ ഉലച്ചത്. റിലയൻസ് ഇൻഡസ്ട്രീസും HDFC ബാങ്കും സൂചികളെ താഴേക്ക് വലിച്ചു. നിഫ്റ്റി 50 സൂചിക 0.49% അഥവാ 125 പോയിന്റ് നഷ്ടത്തിൽ 25,202 അവസാനിച്ചു. BSE സെൻസെക്സ് 0.56% അഥവാ 466 പോയിന്റ് നഷ്ടത്തിൽ 82,160 അവസാനിച്ചു. വിശദവിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജാസ്മിൻ ജമാൽ ചേരുന്നുണ്ട്. ജാസ്മിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ഒരാഴ്ചയിലെ ആദ്യത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ധാരാളം കൺസേൺസും അതോടൊപ്പം തന്നെ പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. ആദ്യത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും GST 2.0 എന്ന് പറയുന്നത് ഇന്ന് മുതലായിരുന്നു പ്രാബല്യത്തിൽ വരുന്നത്. അതിനപ്പുറത്തേക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം H1B വിസയിൽ ഇന്ത്യൻ ടെക്കികളുടെ സ്വപ്നത്തിനുള്ള ഒരു തിരിച്ചടിയായിട്ട് വിസ ഫീസ് വർദ്ധിപ്പിച്ച നടപടികൾ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡീൽ സംബന്ധിച്ച് കൂടുതൽ വ്യാപാര ചർച്ചകൾ അമേരിക്കയിൽ നടക്കുകയാണ്. അങ്ങനെ ഒരു പിടി കാര്യങ്ങൾ സ്വാധീനിക്കുന്ന ഒരു മാർക്കറ്റ് തന്നെയായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 25,238 എന്നുള്ളൊരു നിലവിലാണ്. ആ ഒരു റേഞ്ചിന് സമാനമായുള്ളൊരു രീതിയിലേക്കാണ് ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 0.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 25,202 എന്നുള്ളൊരു നിലയിലേക്ക് ക്ലോസിംഗ് നടത്തിയിരിക്കുകയാണ്. 25,151 ഇന്നത്തെ ഇൻട്രാഡേയിൽ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോ നിലവാരം എന്ന് പറയുന്നത്. തുടക്കഘട്ടത്തിൽ ആ ഒരു ഇടിവുണ്ടായിരുന്നുവെങ്കിൽ പോലും അത് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് 25,331 എന്നുള്ള ഒരു ഡേ ഹൈ വരെ നിഫ്റ്റി 50 സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ സെഷനിൽ തന്നെയാണ് ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കൃത്യം 2 മണിക്ക് ശേഷമുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇൻട്രാഡേ ലോ ആയിട്ടുള്ള 25,147 എന്നുള്ളൊരു നിലവാരത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ജാസ്മിനാണ് വിവരങ്ങൾ നൽകിയത്. GST പരിഷ്കാരങ്ങൾ ജനങ്ങളുടെ കൈകളിൽ കൂടുതൽ പണം എത്തിക്കുമെന്ന് വ്യവസായ സംഘടനകൾ. കാര്യക്ഷമമായ നികുതി ഘടന ആഭ്യന്തര ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുമെന്നും ഫിക്കി. ഉപഭോക്തൃ ചെലവ് വർദ്ധിപ്പിക്കുക, MSME നടപടികൾ ലഘൂകരിക്കുക, വ്യവസായ ചെലവുകൾ കുറയ്ക്കുക എന്നിവയാണ് GST 2.0 ലക്ഷ്യമിടുന്നത്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. പരിഷ്കരിച്ച നികുതി ഘടന ആഭ്യന്തര ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുമെന്ന് വ്യവസായ സംഘടനകൾ പറഞ്ഞു. ആത്മനിർഭർ, വീക്ഷിത് ഭാരത് എന്നീ പദ്ധതിയുടെ കാഴ്ചപ്പാടിനനുസൃതമായി കാര്യക്ഷമമായ നികുതി ഘടന ആഭ്യന്തര ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുമെന്ന് ഫിക്കി പ്രസിഡന്റ് ഹർഷവർദ്ധൻ അഗർവാൾ പറഞ്ഞു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി GST പരിഷ്കാരങ്ങളെ ജനകേന്ദ്രീകൃതമെന്ന് വിശേഷിപ്പിച്ചു. ഇത് ഉപഭോക്താക്കളുടെ കൈകളിൽ കൂടുതൽ പണം എത്തിക്കുമെന്നും MSMEകൾക്കുള്ള നടപടികൾ എളുപ്പമാക്കുമെന്നും CII വിലയിരുത്തുന്നു. ഇത് വ്യവസായത്തിനുള്ള ഇൻപുട്ട് ചെലവ് കുറയ്ക്കുകയും ഇന്ത്യയുടെ വളർച്ചാ വേഗത ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും CII അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
GST പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ GDP 0.8% വർദ്ധിപ്പിക്കുമെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വികസിത് ഭാരതിലേക്കുള്ള രാജ്യത്തിന്റെ പുതിയ പാത സ്വാശ്രയത്വത്തിലൂടെയാണെന്നും മന്ത്രി പറഞ്ഞു. വിവിധ ഉപഭോഗ വസ്തുക്കളുടെ GST നിരക്കുകൾ കുറച്ചതിനാൽ എല്ലാ വിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് സാമ്പത്തികമായി ദുർബലരായവർക്കും പ്രയോജനം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. നവരാത്രിയുടെ ആദ്യ ദിവസം മുതൽ തന്നെ ആത്മനിർഭർ ഭാരത് പ്രചാരണത്തിൽ രാജ്യം ഒരു സുപ്രധാന ചുവടുവയ്പ് നടത്തുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടുത്ത തലമുറ GST പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് ഇന്ത്യയിലുടനീളം ഒരു സമ്പാദ്യോത്സവത്തിന്റെ തുടക്കമാണെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഈ ഉത്സവം സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളിലെ ന്യൂനപക്ഷ ഓഹരികൾ വിൽക്കാൻ കേന്ദ്രം പദ്ധതിയിടുന്നു. ഓഹരി വിൽപ്പനയിലൂടെ 47,000 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. അരഡസൻ സ്ഥാപനങ്ങളിലെ ന്യൂനപക്ഷ ഓഹരി വിൽപ്പനയ്ക്ക് കേന്ദ്രം പദ്ധതിയിടുന്നതായി ഇൻവെസ്റ്റ്മെന്റ് സെക്രട്ടറി അരുണിഷ് ചൗള പറഞ്ഞു. നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഓഹരി വിൽപ്പനയിലൂടെയും ആസ്തി ധനസമ്പാദനത്തിലൂടെയും 47,000 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. ഓഹരി വിൽപ്പനയ്ക്കായി ഏതൊക്കെ കമ്പനികളെയാണ് പരിഗണിക്കേണ്ടതെന്ന് ചൗള വെളിപ്പെടുത്തിയില്ല. എന്നാൽ യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയുൾപ്പെടെ 5 പൊതുമേഖലാ ബാങ്കുകളിലെ ഓഹരികൾ വിൽക്കാൻ കേന്ദ്രം പദ്ധതിയിടുന്നതായി റോയിറ്റേഴ്സ് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പൊതു ഓഹരി പങ്കാളിത്ത മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന് രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഓഹരി പങ്കാളിത്തം കേന്ദ്രം കുറയ്ക്കേണ്ടതുണ്ട്. ONGCയും HPCയും അവരുടെ ഹരിത സ്ഥാപനങ്ങളായ ONGC ഗ്രീൻ എനർജി, NHPC റിന്യൂവബിൾ എനർജി എന്നിവയുടെ ലിസ്റ്റിംഗ് നടപടികൾ ആലോചിക്കുന്നു. ന്യൂനപക്ഷ ഓഹരി വിൽപ്പനയും IPOകളും സർക്കാരിന് ഓഹരി വിൽപ്പനയിലൂടെയുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നടപ്പു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ലാഭവിഹിതം വഴി 69,000 കോടി രൂപ ലഭിക്കുമെന്ന് കണക്കാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു സാധാരണക്കാരനെന്ന നിലയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറഞ്ഞു. അതേപോലെ തന്നെ മനുഷ്യന് ഇപ്പോൾ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് മെഡിസിൻ. അപ്പോൾ അതിൻ്റെ വിലയും കുറഞ്ഞെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അത് ഒരു നല്ലൊരു തീരുമാനമാണ്. GST 2.0 നിലവിൽ വന്നു. ആദ്യ ദിനം ജനങ്ങൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണം. GST പരിഷ്കാരങ്ങൾ ജനങ്ങളുടെ കൈകളിൽ കൂടുതൽ പണം എത്തിക്കുമെന്ന് വ്യവസായ സംഘടനകൾ. ആഭ്യന്തര ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുമെന്ന് ഫിക്കി. GST പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ GDP 0.8% വർദ്ധിപ്പിക്കുമെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. വികസിത് ഭാരതിലേക്കുള്ള രാജ്യത്തിന്റെ പാത സ്വാശ്രയത്വത്തിലൂടെയാണെന്നും മന്ത്രി. H1B വിസ ഫീസ് വർധനയോടെ ഇന്ത്യയുടെ IT സേവന കയറ്റുമതി മന്ദഗതിയിലാക്കും. കയറ്റുമതിയിലെ വളർച്ച 4% താഴെയാകുമെന്ന് റിപ്പോർട്ട്. US-ന് തിരിച്ചടിയുമായി ചൈന. വിദേശ പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിന് ചൈന K വിസ അവതരിപ്പിക്കുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളിലെ ന്യൂനപക്ഷ ഓഹരികൾ വിൽക്കാൻ കേന്ദ്രം. ഓഹരി വിൽപ്പനയിലൂടെ 47,000 കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യം. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.